ഞങ്ങളുടെ ഗ്യാങ് ആശാസ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആശാസും കൂടെ ഒന്ന് ഒത്തുകൂടുന്ന ദിവസമാണിന്ന്. കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഗ്രീഷുവിൻ്റെ കുട്ടിയുടെ 28-ന് കണ്ടത് എല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നില്ല. ഐഷു പിന്നെ ഖത്തറിൽ പോയി, അവൾ വന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോരുത്തരായി വന്നു, എല്ലാവരും കണ്ടു. ഇപ്പോൾ ദേ ആഡ് ഓൺ 2 പേര് കൂടെ ഉണ്ട്. ഗ്രീഷു കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല, ഇതിപ്പോൾ വൈഷ്ണവിയുടെ കുട്ടിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എല്ലാവരുടെ അടുത്തേക്കും പോകുന്നുണ്ട് കേട്ടോ, ചാടി ഓടി പോകുന്നുണ്ട് അവൻ. ആർക്കും ഒരു പരിചയക്കെടൊന്നുമില്ല, പക്ഷെ എല്ലാവരുടെ അടുത്തേക്കും പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ അവനെ കളിപ്പിച്ചുകൊണ്ട് നടന്നു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുഞ്ഞിനെയും കൊണ്ട് എത്തുകൊണ്ട് കിടക്കലായിരുന്നു മെയിൻ വിനോദം. പിന്നെ അവിടെ നമ്മൾ കിസ്മസിലേക്കാണ് പോയത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കിസ്മസ് ഉണ്ട്, കുതിരയുണ്ട്, കുറേ കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ നല്ല വൈബാണ്, നല്ല രസമാണ്, നല്ല ആംബിയൻസാണ്. എല്ലാവരും കുറേ കാലത്തിന് ശേഷം കണ്ടതിൻ്റെ സന്തോഷമാണോ എന്നറിയില്ല. എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഒരു എല്ലാവരും കൂടെ ഒന്ന് കൂടണം എന്ന്. നമ്മുടെ ആ ഗ്യാങ് ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും കൂടെ കൂടുമ്പോൾ അതൊരു പ്രത്യേക റിലീഫാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതേ കുറച്ച് എണ്ണം വരുന്നുണ്ട് സാൻഡ്വിച്ചൊക്കെ ആയിട്ട്. ഈ സാൻഡ്വിച്ചിൻ്റെ പകുതി ഫ്രഞ്ച് ഫ്രൈസ് ഇവർ അവിടെ നിന്ന് തന്നെ വിഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. സെൽഫ് സർവീസാണെന്നും പറഞ്ഞിട്ട് അത് എടുക്കാൻ പോയവരാ. മേടിച്ച സാധനങ്ങൾ ഒന്നുപോലും നന്നല്ലായിരുന്നു. ആ സാൻഡ്വിച്ച് പിന്നെയും കൊള്ളാമെന്ന് പറയാം. മോമോസ് ഓക്കെ, ബാക്കി എല്ലാം ഒരു ആവറേജ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. മേടിച്ചതല്ലേ വിചാരിച്ച് അങ്ങനെ കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടിയ എന്തിനാണെന്നറിയില്ല കക്ക ഈ വീഡിയോസ് മുഴുവൻ അത് മാത്രമേ ഉള്ളൂ. എന്തിനാ ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കും അറിയില്ല, പക്ഷെ അതൊരു രസമാണല്ലേ. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പറയുന്നത് കേട്ടാൽ വിചാരിക്കും എല്ലാവരും അങ്ങ് ദൂരെ സ്ഥലങ്ങളിലാണ്, എല്ലാവരും തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒത്തുകൂടൽ എപ്പോഴും ഉണ്ടാവില്ല, അതാണ് മെയിൻ പ്രശ്നം. മിക്കി മൗസിന് ഇങ്ങനെ കൊമ്പുണ്ടോ? മിക്കി മൗസിന് കൊമ്പുണ്ടോന്നാണ് ഇവരുടെ ചർച്ചാ വിഷയം. ദേ ഈ നിൽക്കണം മിക്കി മൗസിനെ എന്തിനാണ് മൂക്കത്ത് കാണ്ടാമൃഗത്തിൻ്റെ പോലെ ഒരു കൊമ്പെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായിരുന്നു ഇവിടുത്തെ ചർച്ചാ വിഷയം. മിക്കി മൗസിന് കൊമ്പുണ്ടോ? മൂക്കിന് കൊമ്പുള്ള മിക്കി മൗസോ അതെവിടെ നടക്കും? നടക്കില്ല. മിക്കി മൗസിന് കൊമ്പുണ്ടോ? പറ. എന്റെ അറിവിലില്ല, ഒരു വട്ടത്തിലുള്ള. എന്റെ അറിവിലുണ്ടെന്നാണ് എനിക്ക് എന്താ ചേരം കൂടെ നിന്ന ചെക്കൻ അവിടെ സീനാക്കും. അതുകൊണ്ട് അവളെ ഞങ്ങൾ വേഗം കയറ്റി വിട്ടു. ഞങ്ങളവിടെ തൊട്ടടുത്ത് തന്നെ പാലത്തിൻ്റെ അതുവരെ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. എന്തായാലും അതുവരെ നടക്കണം ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പാലത്തിൻ്റെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് പതുക്കെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലത്തിൻ്റെ അവിടെ എത്തി. പാലത്തിൻ്റെ താഴത്തേക്കൊന്നും ഇറങ്ങിയില്ല, ഞങ്ങൾ ജസ്റ്റ് ആ മുകളിൽ നിന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ പാലത്തിൻ്റെ മുകളിൽ നിന്നു. അതിൻ്റെ ഇടയിൽ ഐഷും ഗ്രീഷും കൂടിയിട്ട് ആ പാലം എപ്പോൾ വീണു, എത്ര മുമ്പ് ഉണ്ടാക്കി, അത് ആരുണ്ടാക്കി, ഇതൊക്കെയായിരുന്നു ചർച്ചാ വിഷയം. പിന്നെ എന്നത്തെയും പോലെ അടുത്ത ഗെറ്റ് ടുഗദറിനുള്ളത് പ്ലാൻ ചെയ്യായിരുന്നു. അതെന്തായാലും പഠിത്തമൊന്നും നടക്കില്ല എന്നറിയാം, എന്നാലും ഞങ്ങൾ പ്ലാൻ ചെയ്യും. അതാണ് സ്ഥിരം പരിപാടിയല്ലോ. ആഷയുടെ ഹെയർ സ്റ്റൈലിനെ ഒന്ന് പ്രശംസിക്കാൻ കുറച്ച് ടൈം ഞാൻ എടുത്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.